നമസ്കാരം. UDFന്റെ ഭരണകാലഘട്ടത്തിൽ വന്യജീവി ആക്രമണങ്ങൾ തുടർക്കഥയാകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഏറെ ദൗർഭാഗ്യകരമായിട്ടുള്ള പല വാർത്തകളും നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുകയാണ്. അതിരപ്പള്ളിയിലെ കാട്ടാനാക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ നടത്തിയ ഒരു പ്രതികരണം മാധ്യമത്തിൽ കാണാനിടയായി. അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്: പുതിയ സർക്കാരിന് ജനങ്ങൾ നേരിടുന്ന പ്രശ്നത്തിൽ ഇടപെടാൻ സമയം നൽകണം. ഏറെ ദൗർഭാഗ്യകരമായ ഒരു പ്രതികരണമായി പോയി എന്നുള്ളതാണ്. ലേശം ഉളുപ്പ് തോന്നുന്നില്ലേ വനം വകുപ്പ് മന്ത്രി ഇങ്ങനെ ഒരു പ്രതികരണം രേഖപ്പെടുത്താൻ എന്ന് പോലും ചോദിക്കേണ്ട അവസ്ഥയായിരിക്കുന്നു ജനങ്ങൾക്ക്. എന്തായാലും ഈ വിഷയത്തെ പറ്റി ചിലതൊക്കെ പറയാതിരിക്കാൻ കഴിയില്ല. വാർത്ത പൂർണ്ണമായും നിങ്ങൾ കാണുക. കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാർ കാടുകയറുന്ന വന്യമൃഗങ്ങളുടെ മുന്നിൽ മലയോര ജനതയെ എറിഞ്ഞു കൊടുക്കുന്ന കാഴ്ചയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വയനാട്ടിലെ മേപ്പാടിയിലും തൃശൂരിലെ അതിരപ്പള്ളിയിലും കാട്ടാനാക്രമണത്തിൽ നിരപരാധികളായ മനുഷ്യർ കൊല്ലപ്പെട്ടത് ഈ നിസ്സംഗതയുടെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. സ്വന്തം വീടിന്റെ മുറ്റത്തോ റോഡിലൂടെ ജോലിക്ക് പോകുമ്പോഴോ എപ്പോൾ വേണമെങ്കിലും ആന ചവിട്ടിക്കൊല്ലുമെന്ന ഭീതിയിലാണ് ഇന്ന് വനാതിർത്തികളിൽ കഴിയുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ. സത്യമല്ലേ? ഞാൻ ഈ വാർത്ത ചെയ്യുമ്പോൾ ഒരുപാട് മലയോര മേഖലയിലുള്ള ഈ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ആളുകൾ ഇത് കാണുന്നുണ്ടാകുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ വനം വകുപ്പ് മന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്റെ കയ്യിൽ ഒറ്റമൂലിയൊന്നുമില്ല, പരിഹാരം ഉണ്ടാകും, പക്ഷേ സമയം വേണം എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന സമീപനമാണ് വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ ഇന്ന് സ്വീകരിച്ചത്. പ്രതിപക്ഷത്തിലിരുന്നപ്പോൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ സാറേ പറഞ്ഞത് എന്ന് ചോദിക്കാതിരിക്കാൻ കഴിയില്ല. ഞങ്ങൾ വന്നാൽ മലമറിക്കും എന്നാണല്ലോ അന്ന് പറഞ്ഞിരുന്നത്. ഇതാണോ ആ മലമറിക്കൽ വിസ്മയം എന്നാണ് ഇപ്പോൾ മലയോര മേഖലയിൽ വനാതിർത്തികളിലൊക്കെ താമസിക്കുന്ന ജനങ്ങളും ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി പരിഹാസ രൂപേണ UDF സർക്കാരിനോട് ചോദിക്കുന്നത്. പ്രതിപക്ഷത്തിൽ ഇരുന്നപ്പോൾ വന്യജീവി ആക്രമണത്തിനെതിരെ മലയോര ജാഥ നടത്തിയവരാണ് UDF എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അന്ന് അതിന്റെ ക്യാപ്റ്റൻ ഇന്നത്തെ മുഖ്യമന്ത്രി VD സതീശനായിരുന്നു. വന്യജീവികളെ നിയമങ്ങൾ നോക്കാതെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി വെടിവെക്കേണ്ടി വന്നാൽ വെടിവെച്ചോളൂ എന്ന് പറഞ്ഞ സർക്കാരായിരുന്നില്ലേ പിണറായി വിജയന്റെ സർക്കാർ? അതിന്റെ പേരിൽ വരുന്ന നിയമപ്രശ്നങ്ങൾ സർക്കാർ നേരിട്ടോളാം എന്നായിരുന്നു അന്നത്തെ സർക്കാരിന്റെ നിലപാട്. എന്നിട്ടും ആ സർക്കാരിനെ കുറ്റപ്പെടുത്തി രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ വനം വകുപ്പ് മന്ത്രി അടക്കം നടത്തിയിട്ടുള്ള പല പ്രതികരണങ്ങൾ ഇപ്പോഴും യൂട്യൂബിൽ ലഭ്യമാണ്. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്കൊപ്പമാണ് പ്രതിപക്ഷമെന്ന് കാണിക്കാൻ UDF സർക്കാർ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടത്തിയ നാടകങ്ങൾ ആരും മറന്നു കാണാൻ ഒരു സാധ്യതയുമില്ല. മൃതദേഹങ്ങൾ ദേശീയപാതയിൽ വെച്ച് ഉപരോധിച്ചും ജാഥ നടത്തിയും നുണകൾ പ്രചരിപ്പിച്ചും ഈ മലയോര മേഖലയിലുള്ള ആളുകളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചും ഡീൻ കുര്യാക്കോസിനെ പോലുള്ള MP-മാരുടെ നേതൃത്വത്തിൽ, അദ്ദേഹം മലയോര മേഖലയിൽ നിന്നുള്ള MP ആണല്ലോ, അങ്ങനെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ കുടില് കെട്ടി നിരാഹാര സമരം ഇരുന്നും ഒക്കെ നടത്തിയ നാടകങ്ങൾ നമ്മുടെ മുമ്പിലൂടെ ഇങ്ങനെ ഓടി മറയുന്നുണ്ടാകും അല്ലെ? ഇങ്ങനെയൊക്കെ ആറാടിയത് ജനം LDF സർക്കാരിനെതിരെ തിരിയാൻ വേണ്ടി തന്നെയായിരുന്നു. ഇടതുവിരുദ്ധരായിട്ടുള്ള മാധ്യമങ്ങളെ ഉപയോഗിച്ച് അവരത് കൊഴിപ്പിച്ചു എന്നുള്ളതാണ്. ഇടതുവിരുദ്ധ മാധ്യമങ്ങൾ അന്നത്തെ പ്രതിപക്ഷം പറഞ്ഞ നുണകൾ അതുപോലെ തന്നെ അതൊരു സത്യമെന്ന മട്ടിൽ പ്രചരിപ്പിച്ചു എന്നതൊരു വലിയൊരു വസ്തുതയാണ്. അത് ജനങ്ങൾ വിശ്വസിക്കുകയും ചെയ്തു. പക്ഷേ ഇങ്ങനെ അവർ ആറാടിയപ്പോൾ ഒരിക്കൽ പോലും ഈ നിയമം കേന്ദ്ര സർക്കാരാണ് ഭേദഗതി ചെയ്യേണ്ടതെന്ന സത്യം അന്നത്തെ പ്രതിപക്ഷം ബോധപൂർവം മറച്ചുപിടിക്കുന്ന സമീപനമാണ് ഉൾക്കൊണ്ടത്. എന്തുകൊണ്ടാണ്? UDF-നാണ് ഏറ്റവും കൂടുതൽ MP-മാരുള്ളത്. അപ്പോൾ ഈ MP-മാരാണ് ഇത് അവിടെ ഉന്നയിക്കേണ്ടത്. അതുകൊണ്ട് ഈ ശബ്ദം ഉയർന്നു വരാതിരിക്കാൻ അവർ എല്ലാ ഘട്ടത്തിലും പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ലോകസഭയിലും ഇതിനെതിരെ തണുപ്പൻ നിലപാടായിരുന്നു ലോക്സഭാ പ്രതിപക്ഷ നേതാവായിരുന്ന രാഹുൽ ഗാന്ധി അടക്കം സ്വീകരിച്ചത്. എന്തുകൊണ്ടാണ് UDF-ന് കേന്ദ്രത്തിലും കേരളത്തിലും ഒക്കെ ഭരണമുണ്ടായപ്പോഴും ഈ ഒരു വിഷയത്തെ പറ്റി അല്ലെങ്കിൽ ഈ മലയോര മേഖലയിലുള്ള ആളുകളോടുള്ള ഈ സ്നേഹം പ്രകടിപ്പിക്കാതിരുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? വ്യക്തമായിട്ടുള്ള ഉത്തരം ഞാൻ തന്നെ നൽകാം. വന്യജീവി സംരക്ഷണ നിയമം ആരാണ് കൊണ്ടുവന്നത്? മലയോര മേഖലയിലെ ജനങ്ങൾക്ക് പണി കൊടുത്തത് ഇവരാണ്, UDF-കാരാണ്. ഇന്ത്യയിൽ 1972 വന്യജീവി സംരക്ഷണ നിയമം, അതായത് വൈൽഡ് പ്രൊട്ടക്ഷൻ ആക്ട് കൊണ്ടുവന്നത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. എന്നിട്ട് വന്യജീവികൾ ആളുകളെ കൊന്നൊടുക്കുന്ന കാഴ്ചകൾ തുടർക്കഥയായിട്ട് പോലും ആ നിയമം ഒന്ന് ഭേദഗതി ചെയ്യാൻ ഇന്ദിരാഗാന്ധി സർക്കാരിനോട് ഈ കോൺഗ്രസുകാർ ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി സർക്കാർ ഇതൊന്ന് ഭേദഗതി ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. UDF കേരളം ഭരിക്കുന്ന സമയത്ത് പോലും അതിന് ശ്രമിച്ചിട്ടില്ല. അവരാണ് ഇതൊക്കെ മറച്ചുപിടിച്ച് ഈ നിയമം LDF കൊണ്ടുവന്നതെന്ന മട്ടിൽ മലയോര ജനതയുടെ ഇടയിൽ നുഴഞ്ഞു കയറി അവരെ ചതിച്ചത്.
എന്തായിരുന്നു വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ പറഞ്ഞിരുന്നത്? 1972 ഈ നിയമം പറയുന്നത് വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കാട്ടാന, കടുവ തുടങ്ങിയ ഷെഡ്യൂൾ 1 വിഭാഗത്തിൽപ്പെടുന്ന ഇവയൊക്കെ മനുഷ്യന് ഭീഷണിയായാൽ പോലും വെടിവെച്ചു കൊല്ലാനോ പിടികൂടാനോ വനം വകുപ്പിലെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ മുൻകൂർ അനുമതി വേണം എന്നുള്ളതാണ്. നടപടിക്രമങ്ങളിലെ ഈ കാലതാമസമാണ് പലപ്പോഴും കൂടുതൽ മനുഷ്യജീവനുകൾ നഷ്ടപ്പെടാൻ കാരണമായത്. ഇവരുടെയൊക്കെ പെർമിഷൻ കിട്ടിയ ശേഷം മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയുള്ളൂ. പക്ഷെ കഴിഞ്ഞ സർക്കാർ അങ്ങനെയായിരുന്നില്ല. ജീവഹാനി സംഭവിക്കുമെന്നുറപ്പായാൽ വെടിവെക്കാനായിരുന്നു അന്നത്തെ സർക്കാർ, അതായത് പിണറായി വിജയന്റെ സർക്കാർ പറഞ്ഞിരുന്നത്. വയനാട് 2 ആഴ്ചക്കിടെ ഒരു 3 കാട്ടാനാക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ട സംഭവം നിങ്ങൾ ഓർക്കുന്നില്ലേ? റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആ സമയത്താണെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് അവിടുത്തെ MP ആയിരുന്ന രാഹുൽ ഗാന്ധി ഈ വിഷയം അറിഞ്ഞിട്ട് പോലും ആ മണ്ഡലത്തിൽ കാല് പോലും ചവിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ മലയോര മേഖലയിലുള്ള ജനങ്ങളോടുള്ള ഇവരുടെ സ്നേഹം ഏറെക്കുറെ മനസ്സിലായി കാണുമല്ലോ. അതായത് അവിടെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടന്നിട്ട് ഒരു ഘട്ടത്തിൽ പോലും കേരളത്തിന് വേണ്ടിയല്ല, നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയെന്ന് മാത്രം ചിന്തിച്ചോ, അല്ലെങ്കിൽ സ്വന്തം മണ്ഡലത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഈ രാഹുൽ ഗാന്ധി ഒരു ശബ്ദം ലോകസഭയിൽ ഉയർത്തി നിങ്ങൾ കേട്ടോ? ഇല്ല. ഇതൊക്കെ കാണാതായപ്പോൾ എവിടെ പോയി ഞങ്ങളുടെ MP എന്ന് ജനം ശബ്ദമുയർത്തിയപ്പോഴാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ദേശാടനക്കിളി അങ്ങോട്ടേക്ക് വന്നത് പോലും. അന്ന് ആ നാട്ടിലെ ജനങ്ങൾ അവരുടെ അമർഷം രേഖപ്പെടുത്തുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഈ പറയുന്ന മാധ്യമങ്ങളിലൂടെ തന്നെ കണ്ടതാണ്. ഇപ്പോൾ ഷിബു ബേബി ജോണിന്റെ പ്രതികരണം കാണുമ്പോൾ ലേശം ഉളുപ്പ് എന്ന് തന്നെയാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ഭരണകൂടത്തിന്റെ അനാസ്ഥക്കെതിരെ ജനങ്ങൾ തെരുവിൽ പ്രതിഷേധിക്കുമ്പോൾ താൽക്കാലിക ധനസഹായം പ്രഖ്യാപിച്ച് കൈ കഴുകുകയാണ് സർക്കാർ സത്യത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യ ജീവനേക്കാൾ വന്യമൃഗങ്ങളുടെ അവകാശങ്ങൾക്ക് മുൻഗണന നൽകുന്ന വ്യവസ്ഥിതി മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നുവെന്ന് ഈ സർക്കാർ മനസ്സിലാക്കേണ്ടതുണ്ട്. സർക്കാർ കണക്കുകൾ പ്രകാരം തന്നെ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ 1000-ഓളം മനുഷ്യരാണ് വന്യജീവി ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞ സർക്കാർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെ ഒന്ന് കുറച്ചുകൂടി പുഷ് ചെയ്തൊന്ന് തള്ളേണ്ട പണി മാത്രമേ ഈ സർക്കാരിനുള്ളൂ. പക്ഷെ അത് അവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ 10,000-ഓളം ആളുകൾക്കാണ് വന്യജീവി ആക്രമണത്തിൽ പരിക്ക് വരെ പറ്റിയിട്ടുള്ളത്. ഒത്തിരി ആളുകൾക്ക് പല രീതിയിലുള്ള വൈകല്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. വയനാട്, ഇടുക്കി, പാലക്കാട്, പത്തനംതിട്ട, കണ്ണൂർ തുടങ്ങിയ ജില്ലകളിലെ മലയോര മേഖലകളിലും ഒക്കെ ഈ കാട്ടാന, കാട്ടുപോത്ത്, കടുവ എന്നിവയുടെയൊക്കെ ആക്രമണം വളരെ രൂക്ഷമാണ് എന്നുള്ള കാര്യമൊക്കെ ഗവൺമെന്റിന് അറിയില്ലാഞ്ഞിട്ടൊന്നുമല്ല. വന്യജീവി സംരക്ഷണ നിയമത്തിലെ 11(1)(a) വകുപ്പ് ഭേദഗതി ചെയ്യണമെന്നും ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന അക്രമകാരികളായ മൃഗങ്ങളെ ഉന്മൂലനം ചെയ്യാനുള്ള അധികാരം പ്രാദേശിക ഭരണകൂടങ്ങൾക്കോ റീജിയണൽ ഫോറസ്റ്റ് ഓഫീസർക്കോ നൽകണമെന്നും LDF സർക്കാർ കേന്ദ്രത്തോട് പലവട്ടം ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അന്ന് UDF MP-മാർ ഇത് ഗൗരവത്തോടെ എടുത്തിരുന്നുവെങ്കിൽ, രാഹുൽ ഗാന്ധി ഇതൊരു പ്രധാന വിഷയമായി ലോക്സഭയിൽ ഉയർത്തിയിരുന്നുവെങ്കിൽ ഇന്ന് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പലരും ജീവനോടെ നമുക്കൊപ്പം ഉണ്ടാകുമായിരുന്നു. കണ്ണീരണിഞ്ഞ കുടുംബങ്ങളുടെ ചിരികൾ മായില്ലായിരുന്നു. കേരള ഫോറസ്റ്റ് ആക്ട് 1961 ഒരു ആക്ട് ആണ്. ഈ ആക്ടിൽ എന്താണ് പറയുന്നത്? ഈ നിയമപ്രകാരം വന അതിർത്തികളിലും വനഭൂമികളിലും ജനങ്ങളുടെ ഇടപെടലുകൾ പരിമിതപ്പെടുത്തുമ്പോൾ തന്നെ വനത്തിനുള്ളിൽ വന്യമൃഗങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും ഉറപ്പാക്കാൻ കഴിയണമെന്നുള്ളതാണ്. സർക്കാരിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സ്വാഭാവികമായി വനങ്ങൾ നശിപ്പിച്ച് വനം വകുപ്പ് വെച്ചുപിടിപ്പിച്ച യൂക്കാലിപ്സ്, അക്കേഷ്യ തോട്ടങ്ങൾ കാരണം കാട്ടിൽ ഭക്ഷണവും വെള്ളവും ഇല്ലാതൊക്കെയാണ് ആളുകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത്. ഇതാണ് ആക്രമണത്തിന് വലിയൊരു കാരണമെന്നാണ് ഞാൻ ഈ മലയോര മേഖലയിൽ താമസിക്കുന്ന ആളുകളുമൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്നിട്ടും വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോണിനെ പോലുള്ളവർക്ക് അധികാരം കിട്ടിയപ്പോൾ ഇനിയും പഠിക്കാൻ സമയം വേണമത്രേ. കഷ്ടം എന്ന് മാത്രമേ പറയാനുള്ളൂ. സർക്കാരിന്റെ വീഴ്ചയാണ് വന്യജീവി ആക്രമണത്തിലെ പ്രധാനപ്പെട്ട വില്ലൻ. ഏകോപനമില്ലായ്മയാണ് ഇവിടെ നമുക്ക് ഈ എല്ലാ മരണങ്ങളിലും എല്ലാ കൊലപാതകങ്ങളിലും കാണാൻ സാധിക്കുന്നത്. വനം, റവന്യൂ, തദ്ദേശ സ്വയംഭരണം എന്നീ വകുപ്പുകൾ തമ്മിൽ യാതൊരുവിധ ഏകോപനവും ഇല്ല. ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ പരസ്പരം പഴിചാരി രക്ഷപ്പെടാനല്ലേ സത്യത്തിൽ ഉദ്യോഗസ്ഥർ ശ്രമിക്കാറുള്ളത്? നമ്മളത് കാണാറുണ്ടോ? അല്ലെ? സത്യമല്ലേ? വന്യജീവി പ്രതിരോധത്തിനായി കോടിക്കണക്കിന് രൂപയാണ് വർഷം തോറും വകയിരുത്തുന്നത്. ഇതൊക്കെ ശരിക്കും അവർ ഉപയോഗിക്കാറുണ്ടോ? എന്നാൽ നിർമ്മിക്കുന്ന കിടങ്ങുകളും ഫെൻസിങ്ങുകളും അശാസ്ത്രീയമാണെന്നല്ലേ നമ്മൾ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമ്മളെ കാണിച്ചു തന്നിട്ടുള്ളത്? കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടക്കാത്തതിനാൽ ഇവ വെറും നോക്കുകുത്തികളായിട്ട് മാറുകയാണ്. സത്യത്തിൽ ഈ നാട്ടിലെ ഈ സർക്കാർ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. വനാതിർത്തികളിൽ ജീവിക്കാൻ സാധിക്കാതെ ഭൂമി സർക്കാരിന് വിട്ടു നൽകാൻ തയ്യാറാകാത്ത കർഷകർക്ക് കൃത്യമായ നഷ്ടപരിഹാരമോ പുനരധിവാസമോ നൽകാൻ പോലും ഈ സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഇതൊക്കെ വന്യജീവി ആക്രമണത്തിന്റെ തോത് വർദ്ധിപ്പിക്കുമെന്ന് UDF സർക്കാരിന് അറിയാഞ്ഞിട്ടൊന്നുമല്ല. അവർ മലയോര മേഖലയിലുള്ള ജനങ്ങളല്ലേ. അവർ ശബ്ദമുയർത്തുമ്പോൾ 4 പഞ്ചാര വർത്തമാനം അടിച്ച് ഒരു പൂക്കി ചിരിയൊക്കെ ചിരിച്ച് സോപ്പിടാമെന്ന ഈ പൂക്കിമാരുടെ ഒരു ഓവർ കോൺഫിഡൻസ് ആണ് വന്യജീവി ആക്രമണം പ്രതിരോധിക്കുന്നതിലെ പരാജയമായി കാണാൻ സാധിക്കുന്നത്. മന്ത്രി ഷിബു ബേബി ജോണിനോട് പറയാനുള്ളത്, ഇനിയും ധനസഹായ പ്രഖ്യാപനങ്ങൾ കൊണ്ടോ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന യോഗങ്ങൾ കൊണ്ടോ മലയോര ജനതയുടെ പ്രതിഷേധത്തെ ഒതുക്കാൻ സർക്കാരിന് കഴിയില്ല എന്നുള്ളതാണ്.
മൃഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്, തർക്കമില്ല. പക്ഷേ അത് മനുഷ്യന്റെ ജീവൻ ബലി കൊടുത്തുകൊണ്ടാകരുത്. ഭരണഘടന ഉറപ്പു നൽകുന്ന ജീവിക്കാനുള്ള അവകാശം മലയോര കർഷകർക്കും ജനങ്ങൾക്കും ബാധകമാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മറന്ന് നിയമപരമായ തടസ്സങ്ങൾ നീക്കി വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും മനുഷ്യ ജീവനുകളെ സംരക്ഷിക്കാൻ യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കണം. ഇല്ലെങ്കിൽ ജനങ്ങളുടെ ഈ അതിജീവന പോരാട്ടം ഭരണകൂടത്തിന്റെ അടിത്തറ ഇളക്കുന്ന പ്രക്ഷോഭമായി മാറുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഈ ഇടയ്ക്കൊക്കെ പൂക്കി മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണാൻ പോകുമ്പോൾ ഇവിടെ ഒരു പറ്റം ആളുകൾ വന്യജീവി ആക്രമണത്തെ ഭയന്ന് വന്യജീവികളെ ഭയന്ന് ജീവിക്കുന്നുണ്ടെന്ന് കൂടി ഒന്ന് പറയണമെന്ന് പൂക്കി മുഖ്യമന്ത്രിയോട് പൂക്കി CM-നോട് ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ.